ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 44AD എന്ന് പറയുന്ന ഇൻകം ടാക്സിലെ ഒരു സെക്ഷനെ കുറിച്ചാണ്. ഇതിൽ പറയുന്നത് പ്രിസംപ്റ്റീവ് ടാക്സ് അഥവാ സാധാരണ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു നിശ്ചിത പരിധിയിൽ വരുന്ന ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ സെക്ഷന്റെ അഥവാ പ്രിസംപ്റ്റീവ് ടാക്സിന്റെ ബെനിഫിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ നടത്തുന്ന പ്രൊപ്പറേറ്റർഷിപ്പുകൾ, അതുപോലെ പാർട്ണർഷിപ്പ് ഫേം, അത് രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡോ ആവാം, അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF. പക്ഷെ LLP പോലുള്ള സ്ഥാപനങ്ങൾ ഇതിന്റെ പരിധിയിൽ പെടുന്നതല്ല. അതുപോലെ സ്പെഷ്യൽ ഡിഡക്ഷൻ അവൈൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതിന്റെ പരിധിയിൽ പെടുന്നതല്ല. 44A പ്രകാരം വെഹിക്കിൾസിന് പ്രിസംപ്റ്റീവ് ബേസിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതിൽ വരുന്നതല്ല. അതുപോലെ തന്നെ ഏജൻസി ബിസിനസ്, ബ്രോക്കറേജ് ബിസിനസ്, കമ്മീഷൻ ബേസ്ഡ് ബിസിനസ് ഒന്നും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഒരു പ്രിസംപ്റ്റീവ് സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നതല്ല. എങ്ങനെയാണ് പ്രിസംപ്റ്റീവ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എലിജിബിൾ സ്ഥാപനങ്ങളിൽ ടേൺ ഓവറിന്റെ 8% ആണ് പ്രിസംപ്റ്റീവ് ടാക്സ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം 2 കോടിയിൽ താഴെയായിരിക്കണം ടേൺ ഓവർ ഉണ്ടാവേണ്ടത്. ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിന് 1 കോടിയുടെ വിറ്റുവരവുണ്ടെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ അതിന്റെ 8%, 8 lakh ആണ് അതിന്റെ ബിസിനസ് ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. ബിസിനസ് ഇൻകം ആണ് ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശരിക്കും ആക്ച്വൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അതിന് 1 കോടി ടേൺ ഓവർ ഉള്ള സമയത്ത് 70 lakh അതിന്റെ എക്സ്പെൻസ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 80 lakh വന്നിട്ടുണ്ടാവാം. അങ്ങനെ 80 lakh ആണ് വരുന്നതെങ്കിൽ 20 lakh ആണ് അതിന്റെ പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഈ പ്രോഫിറ്റ് 20 lakhനല്ല പരിഗണിക്കുന്നത്, മറിച്ച് പ്രിസംപ്റ്റീവ് ടാക്സിൽ അതിന്റെ ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിന്റെ 8% എടുത്തുകൊണ്ടാണ് അതിന്റെ ബിസിനസ് ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ടേൺ ഓവറിന്റെ മുകളിൽ, നമ്മുടെ ടോട്ടൽ സെയിൽസിന്റെ മുകളിൽ നമ്മൾ റേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേൺ ഓവറിനെ ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്തതിനെയും അതുപോലെ നമുക്ക് ബാങ്കിൽ റിസീവ് ചെയ്തതിനും സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്ന ഹാർഡ് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നതിന് എടുക്കുക. അതുപോലെ നമ്മുടെ ബാങ്കിൽ റിസീവ് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ബാങ്ക് വഴി ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി വരുന്ന നമ്മുടെ NEFT, അതുപോലെ RTGS, അങ്ങനെ വരുന്ന എമൗണ്ടുകളെല്ലാം നമുക്ക് ബാങ്ക് ത്രൂ റിസീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിയറർ ചെക്ക് പോലുള്ളതൊക്കെ ക്യാഷ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തതിന്റെ മുകളിൽ 8% നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ബാങ്ക് ത്രൂ റിസീവ് ചെയ്യുന്നതിൽ 6% അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ബിസിനസ് ഇൻകത്തിലേക്ക് അറൈവ് ചെയ്യുന്നത്. ഇനി ടേൺ ഓവറിന്റെ 5% അപ് ടു 5% ആയിട്ട് ക്യാഷ് ആയിട്ടാണ് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്തതിന് 5%, അപ് ടു 5% മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 കോടി എന്ന് പറയുന്ന ലിമിറ്റ് 3 കോടി വരെ ഉള്ള സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ 44AD പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻകം ടാക്സിലെ 44AA പ്രകാരമുള്ള ബുക്ക് കീപ്പിങ്ങുകളുടെ ആവശ്യം വരുന്നില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ ആ ബുക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നില്ല. ഇങ്ങനെ 44AD പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അടക്കുന്ന സ്ഥാപനങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇത് കണ്ടിന്യൂ ചെയ്യാത്ത പക്ഷം അവർക്ക് പിന്നീട് 5 വർഷത്തേക്ക് ഇതിലേക്ക് എൻട്രി ചെയ്ത് ഈ സെക്ഷന്റെ ബെനിഫിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 2 കോടി ടേൺ ഓവർ അല്ലെങ്കിൽ 3 കോടി വരെ ടേൺ ഓവറിന്റെ ഇത് കിട്ടുന്ന ഈ സ്ഥാപനങ്ങൾ ഇനി അവർക്ക് ഒരു ബിസിനസ് ഓണർക്ക് തോന്നുമല്ല, ഞാൻ ഈ സെക്ഷൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ നോർമൽ രീതിയിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ 44AD സെക്ഷൻ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ അഡ്വാൻസ് ടാക്സിന്റെ പരിധിയിലാണെന്നുണ്ടെങ്കിൽ 15th മാർച്ചിന്റെ ഉള്ളിൽ, ആ വർഷത്തെ 15th മാർച്ചിന്റെ ഉള്ളിൽ തന്നെ അവരുടെ 100% ടാക്സ് ലയബിലിറ്റിയും അടക്കേണ്ടതായിട്ടുണ്ട്.